نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സത്യവിശ്വാസിനിമാരെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമത്തെ നിർദ്ദേശനത്തെ ജീവനത്തെ എല്ലാ ഭാഗത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചിട്ട് ಜೀವನಾಕೊಂಡು ಚೊಂತು ಸ್ವಂತ ನಫ್ಸರೆ ಮರಕಂಟ ಓರೋತ್ತಟ್ಟಿಗೆ ಉಪದೇಶ ಹಾಕ್ಕೊಂಡಿಲ್ಲ, ವಸೀಯತ್ ಹಾಕ್ಕೊಂಡಿಲ್ಲ. മരിക്കുന്നോടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശത്തെ പാലിച്ചിട്ട് തഖ്വയില്ലാങ്ങായിട്ട് ജീവനാക്കുക അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ സത്യവിശ്വാസിമാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അടിമമാരായ നമുക്ക് ചമ്മറുപ്പത്തുള്ള അനുഗ്രഹത്തെ നിഅമത്തിനെ അള്ളാഹു തന്ന് അനുഗ്രഹിച്ചതാണ്. ആ നിഅമത്തും അനുഗ്രഹത്തെയും നിമിഷത്തും സെക്കൻഡും ആസ്വാദനാക്കിക്കൊണ്ടുള്ളങ്ങായിത്തിക്കറ നാനും നിങ്ങളെല്ലാവരും അള്ളാഹു തന്നെ നിഅമത്തിനെ എണ്ണി കണക്കാക്കൂ സുറാക്കിണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ട് ക്ലിപ്തപ്പെടുത്തുകയോ എണ്ണി കണക്കാക്കുകയോ സാധ്യമല്ല. അതുകൊണ്ട് ആ റബ്ബ് സുബ്ഹാനഹു വതആല തന്നെ നിഅമത്തുക അനുഗ്രഹത്തുക ആ അള്ളാഹുക്ക് ശുക്റുല്ലേ നന്ദിയുള്ളേ അടിമമാറായിട്ട് ഞങ്ങൾ തീരും. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ശുക്റുണ്ടാവും, ഞങ്ങളെ റബ്ബുടൊട്ടിക നന്ദി ഉണ്ടാവും. കാരണം ഉമ്മയുടെ ബൈത്തിനെ പിടിച്ചിട്ട് ഈ സമയത്തോളം ഞങ്ങൾക്ക് ബേനായ എല്ലാ രൂപത്തിലെ അനുഗ്രഹത്തെ തന്നെ ഒന്നെത്തിക്കുക അള്ളാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് ആ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്മാരായ ഞങ്ങൾക്ക്, ബുദ്ധിയുള്ള മനുഷ്യന്മാരായ ഞങ്ങൾക്ക് രണ്ട് തേര് അള്ളാഹു സുബ്ഹാനഹു വതആല ഞങ്ങളെ മുന്നോട്ട് വെച്ചിട. ഒന്നാമത്തെ തേരു അള്ളാഹു സുബ്ഹാൻ ചൊല്ലേ, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. ഇന്നാ ഹദൈനാഹു സബീല, തീർച്ചയായിട്ടും ഞങ്ങൾ മനുഷ്യക്ക് മാർഗദർശനാക്കിയ. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ, ഒന്ന് അവನು ഞങ്ങൾ കൊടുത്ത അനുഗ്രഹത്തിക്ക് ശുക്റുള്ളവനാവും, അല്ലെങ്കിൽ വ ഇമ്മാ കഫൂറ ഞങ്ങൾ കൊടുത്ത അനുഗ്രഹത്തിക്ക് ധിക്കാര കാട്ടിട്ട് കുഫൂറിനെ തേറുള്ളായിട്ട് പോകും. അപ്പം മനുഷ്യന്മാരായി ഞങ്ങൾ മുന്നോലും ഈ ദുനിയാവുടെ ജീവിതത്തിൽ രണ്ട് തെറുങ്ങ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല തുറന്നു വെച്ചിരാ, ഒന്ന് കുഫൂറിനെ തെറു, ഒന്ന് ശുക്റിനെ തെറു. അപ്പം നാനും നിങ്ങ ഏത് തെറുള്ളായിട്ടിക്കറ ഉള്ളേ ചൊന്തുള്ളേ ഒരു ചിന്തന ഞങ്ങളെ മനസ്സിലൂടെ ഞങ്ങൾ എടുക്കും. അത് ചൊല്ലെ നാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ ആ ചിന്തന ആക്കും. ನನ್ನ ರಬ್ಬು ನಕ್ಕಿತ್ತರೆಲ್ಲ ತನ್ನ
ಇನ್ನು ತನ್ನೊಂಟುಲ್ಲ. ಇದಕ್ಕೊಕ್ಕೆ ನನ್ನ ಜೀವಿತದಲ್ಲಿ ಆ ರಬ್ಬಗೂ ನಾನು ಶುಕ್ರ ಹಾಕಿಂಟುಲ್ಲೇ, ആ റബ്ബുക്ക് നന്ദി ഉള്ള അടിമമായിട്ടുള്ളേ ചൊന്തുള്ളേ ഒരു ചിന്തന ഞങ്ങളെ മനസ്സിൽ വേണം. നന്ദികേട് കാട്ട ആൾമാറിട്ടിക്കർ എൻ്റെ ദുനിയാവിലുള്ളത്. അതുകൊണ്ട് ഒരു സത്യവിശ്വാസി മാറുന്ന നിലക്ക് ഏത് മാർഗത്തിലെത്തിക്കർ ഞങ്ങൾ ഉള്ളത് ചൊന്തുള്ള ഒരു ചിന്തന ഞങ്ങൾ ആക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് സബഅ് ചൊല്ലിയ ഒരു റായത്തെ ചരിത്രം ഞങ്ങൾക്ക് പഠിപ്പാടുത്തണ്ട. ஒரு ராயத்தில் அல்லாஹோட சுக்குர் இல்லைன்ட்டாங்க, நன்னிகேடு காட்டுற ஆள்மார் இல்லைன்ட்டாங்க. ಆ ರಾಯத்தை ಏದು ರೂಪத்தில் ಅಲ್ಲಾಹು ಕೊಂಡು ಬಂತ ಚೊಂತು ಈ ಚರಿತ್ರೆ ನಂಗೆ ಮನಸ್ಸಿಲಾಕಿ ತಂದು. ಲಕದ್ ಕಾನ ಲಿಸಬಇನ್ ಫಿ ಮಸ್ಕನಿಹಿಮ್ ಆಯಾತುನ್ ಜನ್ನತಾನಿ ಅನ್ യമീൻ വ ശിമാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലിയ ചൊല്ലിയ റായത്തങ്ങളെ വിഷയത്തിൽ സൂറത്ത് സബഅത്തിൽ 15 ആയത്തിൽ പിന്നത്തെ കടന്നു പണ്ട് 15-ാമത്തെ ആയത്തിൽ പിന്നത്തെ ചില ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രം പഠിപ്പാത്തണ്ട. ലഖദ് കാന ലിസബഇൻ ബി മസ്കനിഹിം ആയാതുൻ ജന്നതാനി അൻ യമീൻ വ ശിമാൽ. സബഅ് ചൊല്ലിയ റായത്തങ്ക് അങ്ങനെ റായത്തിൽ ഒരു ദൃഷ്ടാന്തമുണ്ടോ, ആയത്തുണ്ടോ? എന്തായിത്തിക്കറ ആ ദൃഷ്ടാന്ത? ജന്നതാനി അൻ യമീൻ വ ശിമാൽ. അങ്ങനെ ബലത്തെ സൈഡിലും എടത്തെ സൈഡിലും രണ്ട് നല്ല ഫലപുഷ്ടമായ തോട്ടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത. നല്ല ഫല കിട്ടರೆ തിന്നിട്ട് ബയർനരിക്കിற പോലത്തെ രണ്ട് തോട്ടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സബഅ് ചൊല്ലിയ റായത്തങ്ക് കൊടുത്ത. കുലൂ മിർ റിസ്ഖി റബ്ബിക്കും വഷ്കുറൂ ലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റായത്തങ്ങളുടെ ചൊന്ന നിങ്ങൾ തിന്നോർ, നിങ്ങൾക്ക് അതിൽ റിസ്ഖുണ്ടോ. ഈ ഫലപുഷ്ടമായ രണ്ട് തോട്ടത്തിൽ നിങ്ങൾ ബലത്തെ സൈഡിലുള്ളതും നിങ്ങൾ ഇടത്തെ സൈഡിലുള്ള ഈ ഫലപുഷ്ടമായ തോട്ടത്തിൽ നിങ്ങൾക്കുള്ള റിസ്ഖുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തിന്നോറു. വഷ്കുറൂ ലഹു, നിങ്ങൾക്ക് ശുക്രാക്കോറു. അള്ളാഹു നമുക്ക് നെനപ്പാക്കാം. തിന്നര മാത്രമല്ല, ಅದರ ಫಲ ಕೊഞ്ഞിട്ട് നിങ്ങളെ ബയർനടിക്കുക മാത്രമല്ല, ബദലായിട്ട് നിങ്ങൾക്ക് ശുക്രാക്കോറു. ബൽദത്തുൻ ത്വയ്യിബത്തുൻ വ റബ്ബുൻ ഗഫൂർ. നല്ല ഒരു ത്വയ്യിബായ റായായിട്ടിന്ത് സബഅ് ചൊല്ലിയ റായ. യാതൊരു പ്രയാസമില്ലാത്ത, ബുദ്ധിമുട്ടില്ലാത്ത, കഷ്ടപ്പാടില്ലാത്ത അങ്ങനത്തെ നല്ലൊരു അന്തരീക്ഷമുള്ള ഒരു റായായിട്ടിന്ത് സബഅ് ചൊല്ലിയ റായ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബൽദത്തുൻ ത്വയ്യിബത്തുൻ, ത്വയ്യിബായ റായായിട്ടിൻ വ റബ്ബുൻ ഗഫൂർ. എല്ലാം പൊറുക്കുടെ അല്ലാഹു വൈത്തിൻ ഞങ്ങളെ റബ്ബു, എല്ലാം പൊറുക്കുടെ അല്ലാഹു വൈത്തിൻ ഞങ്ങളെ റബ്ബു. എന്നിട്ട് ആ റായത്തെ ആൽമാർ അവസ്ഥ എന്തിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടണ്ട. ഫഅറദു ഫഅർസൽനാ അലൈഹിം സൈലൽ അർമി വബദ്ദൽനാഹും ബിജന്നതൈഹിം ജന്നതൈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടണ്ട. ഫഅറദു, അങ്ങ് അതിൽ നിന്ന് വിമുഖരായರು. ഏതിൽ നിന്ന്? ഫലത്തെ തിന്നതിൽ നിന്നല്ല, തിന്നിട്ട് ബയർനരിക്കരുത് നിന്നല്ല. ബദലായിട്ട് അല്ലാഹു അങ്ങ് ഒരു പലക ചൊന്ന വഷ്കുറൂ ലഹു, നക്ക് നിങ്ങൾ ശുക്ർ ಹಾಕೋರು. ನಾನು തന്നെ നിഅമത്തുക അനുഗ്രഹത്തുക നക്ക് നിങ്ങൾ നന്ദിയുള്ള അടിമമാരാവರು. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅറദു, അങ്ങ് അതിൽ നിന്ന് വിമുഖരായರು. അല്ലാഹുക്ക് ശുക്ർ ಹಾಕಿಲ್ಲ, നന്ദികേട് കാണിച്ചോರು, ധിക്കാരിയായിട്ട് ജീവിച്ചോರು. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റായത്തിക്ക് ശിക്ഷാ നടപടി ക്രമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുക്കറ. എങ്ങനത്തെ റായ? യാതൊരു പ്രോബ്ലം ഇല്ലാത്ത, യാതൊരു പ്രയാസമില്ലാത്ത ഒരു റായത്തിന്ത് സബഅ് ചൊല്ലിയ റായ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅർസൽനാ അലൈഹിം സൈലൽ അർമി, ഞങ്ങൾ ജലപ്രവാഹത്തെ ആ റായത്തിക്ക് ഞങ്ങൾ തുറന്നു കൊടുത്താണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സബഅ് ചൊല്ലിയ റായത്തെ മുട്ട ഒരു ഡാം ഇൻത്. ആ ഡാമുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുത്ത. ആ ഡാമിൽ നിന്നുള്ള തണ്ണിയെല്ലാം സബഅ് ചൊല്ലിയ റായത്തിക്ക് പ്രവേശമായിട്ട് രണ്ട് നല്ല ഫലപുഷ്ടമായ തോട്ടത്തെ അള്ളാഹു നാശമാക്കി വിട്ട. നമുക്ക് ഗൊന്തുണ്ടോ? ഒരു ഡാമു അടഞ്ഞിട്ടായെങ്കിൽ, ഒരു ഡാമു പൊളിഞ്ഞു പോയിട്ടായെങ്കിൽ അവിടെയുള്ള മുട്ടത്തെ എല്ലാ പ്രദേശ ഇടീ തന്നി കൊണ്ട് ആവരിച്ചിട്ട് പോകണ്ടെത്തിക്കര്. അതേപോലെ സബഅ് ചൊല്ലിയ റായത്തിൽ ആ റായത്തെ മുട്ടത്തുള്ള ഡാമുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുത്ത. ആ റായത്തെ ജലപ്രവാഹ റായത്ത് കടന്നു പോയിട്ട് എന്നിട്ട് രണ്ട് തോട്ടം നാശമായിട്ട് വബദ്ദൽനാഹും ബിജന്നതൈഹിം ജന്നതൈൻ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ പക്കത്തിൽ അതേ ബലത്തെ സൈഡിലും ഇടത്തെ സൈഡിലും പാട് രണ്ട് തോട്ടത്തെ അല്ലാഹു ആ റായത്തങ്ക് കൊടുത്ത. പാട് രണ്ട് ആ തോട്ടത്തെ ആ റായത്തങ്ക് രണ്ട് തോട്ടത്തെ കൊടുത്ത. എങ്ങനത്തെ തോട്ട ചൊന്നുണ്ടായെങ്കിൽ അതിൽ മറങ്ങ കൊടിച്ചിട്ട് വലിയ തയ്യങ്ങായിട്ട് അതിലും ഫലായിട്ട് അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ ذواتي وكل وخمط وأثل وشيء من سدر قليل
ಅದೇ ಮುಲ್ಲುಂಗ ಉಲ್ಲೆ ತೈಯಿಂಗ ಆ ತೋಟത്തിൽ ನಿಂತು ಉಂಡಾಯ್ತು എന്നിട്ട് അതിൽ ഫലമായിട്ട് ആ ഫലത്തെ അങ്ങ് തിന്നുമ്പോൾ കയ്പ ഉള്ള ഫലമായിത്തിക്കറ് അങ്ങ് അനുഭവപ്പെട്ടെ അങ്ങ് തിന്നോകു സാധിച്ചില്ല. നേരെ മറിച്ചിട്ട് അങ്ങ് ശുക്രുള്ള ആൾമാറായിട്ടിന്നെങ്കിൽ അങ്ങ് മുന്നോൽ കൊടുത്ത് തോട്ടത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കാന്ത എന്നെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല ആ റബ്ബ് സുബ്ഹാനഹു വതആല കൊടുത്ത അനുഗ്രഹത്തിക്ക് ആ റായത്തെ ആൾമാർ നന്ദികേട് കാണിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ആ റായത്തെ ಕಂಪ್ಲೀಟ್ ಆಯ್ತು ಚೇಂಜ್ ಆಗಿ ಕೊಡ್ತಾ ಆ ತೈയിൽ ಫಲ അങ്ങ് ಬಂತು അങ്ങ് തിന്നോರು അങ്ങനെ പസിക്കൊണ്ടത്ര തിന്നോകു പോയോರು തിന്നോ അങ്ങ് സാധിച്ചില്ല കൈപ്പെ ഉള്ള ഫലമൈത്തിക്കറ് ദാലിക ജസൈനാഹും ബിമാ കഫറു ഇതങ്ങ ശുക്റാക്കാത്തൈക്ക് ധിക്കാര കാട്ടിക്ക് ഞങ്ങ കൊടുത്ത പ്രതിഫല ഇത്തിക്കറ് അല്ലാഹു സുബ്ഹാനഹു ചൊല്ലി ഇതൊരു റായത്ത് ചരിത്ര ഇത്തിക്കല്ല പഠിപ്പാത്തണ്ടി ഒരു മനുഷ്യൻ അവൻ അള്ളാഹു കൊടുത്ത അനുഗ്രഹത്തെ ശുക്രില്ലാണ്ടായെങ്ക അത് റായത്തുകാവും അല്ലെങ്കിൽ ഒരു മനുഷ്യകുമാവും അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ നടപടി ക്രമത്തെ എത്തിക്കുക അള്ളാഹു നമുക്ക് പഠിപ്പാത്തണ്ടി. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആനിൽ ചെറിയ ഒരു സൂറത്തുണ്ട്, സൂറത്ത് ആദിയാത്ത്. ആ ആദിയാത്തിൽ കുതിരയുടെ ഒരു ഗുണസ്വഭാവത്തെ അല്ലാഹു സുബ്ഹാനഹു ചൊല്ല വൽ ആദിയാത്തി ളബഹ ഫൽ മൂരിയാത്തി ഖദ്ഹ ഫൽ മുഗീറാത്തി സുബ്ഹ ഫഅതർന ബിഹി നഖഅ ഫവസത്ന ബിഹി ജംഅ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വ ഇന്നഹു അലാ ദാലിക ലശഹീദ്. അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ വൽ ആദിയാത്തി ളബഹ കെതിച്ചു കൊണ്ട് ഓടുന്ന കുതിരയുടെ തന്നെ ഇട്ടിക്കർ സത്യ കുതിരയുടെ ഓട്ടം എത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ ಅದರ ಓಟ ಫಾಸ್ಟ್ ಐತಿಕರು ಆ ಕುದುರೆയുടെ തന്നെ ಐತಿಕರು ಸತ್ಯ ഫൽമൂറിയാത്തി ഖദ്ഹ ആ കുതിര ഓടുമ്പോ പരസ്പര കല്ലുങ്ങടിച്ചിട്ട് തീപ്പാറ് തീക്കിടിങ്ങപ്പാറ് അങ്ങനത്തെ ഓട്ട എത്തിക്കുന്ന കുതിരയുടെ ഫൽ മുഗീറാത്തി സുബ്ഹ പ്രഭാതത്തിൽ ആ കുതിര ഓടും ഫഅതർന ബിഹി നഖഅ ആ കുതിര ഓടുമ്പോ ധൂലുങ്ങപ്പാറ് ഫവസത്ന ബിഹി ജംഅ ഏത് ശത്രു സൈന്യത്തെ നടുക്കെടുത്തിട്ട് ആ കുതിര ചാടും. അല്ലാഹു സുബ്ഹാനഹു വതആല ചൊല്ലേ റബ്ബ് സുബ്ഹാനഹു വതആല 5 ഗുണ സ്വഭാവത്തെ എത്തിക്കുന്ന കുതിര ചൊല്ലേ. ഒന്ന് ഫാസ്റ്റ് ഓടുമ്പോ കല്ല് കടിച്ചിട്ട് തീപ്പാറ്. മൂന്നാമത്തേത് സുബൈനാത്തുക്ക് പ്രഭാതത്തുക്ക് അത് എഞ്ചു ഓടും. നാലാമത്തേത് ഓടുന്ന സമയത്തിൽ ധൂലുങ്ങപ്പാറ്. അഞ്ചാമത്തേത് ഏത് ശത്രു സൈന്യത്തെ നടുലെടുത്ത് ചാടും. അല്ലാഹു സുബ്ഹാനഹു വതആല കുതിരയുടെ വിഷയം ചൊല്ലേ. കാരണം ആ കുതിരക്ക് നന്ദിയുണ്ടല്ല പഠിപ്പത്തന്നെ. ആ കുതിരയുടെ ബലത്തിൽ ഒരു യജമാനമുള്ള ಅದಕ್ಕೆ ಮಲೆಕುಂ ಬೈಲುಗುಂ ಚಲಿಕೆ ಬೇನೆಟ್ಟು ஒரு ಅವತ್ತು ನಿರ್ಮಾಣಾಕಿ ಕೊಡ್ತೆ ஒரு ಯಜಮಾನುಲ್ಲ. ಅದ್ರ ಕುಲಿಪಾಟ್ರ ஒரு ಯಜಮಾನುಲ್ಲ. ಅದಕ್ಕೆ ಬಾಯಿಗೆ ಕೊಡುಕಿற ஒரு ಯಜಮಾನುಲ್ಲ. ಅದ್ರ ಬಯರ್ನರಿக்கிற ஒரு ಯಜಮಾನುಲ್ಲ. അങ്ങനെ ആ യജമാനക്ക് ಬೇನೆಟ್ಟು ಆ ಕುದುರೆ ಸ್ವಂತ ಜೀಮತ್ತೆ ನೋಕಾಂಟೆ ಫಸತ್ನ ಬಿಹಿ ಜಮಾ ഏത് ശത്രു സൈന്യത്തെ നടുലെടുത്തിട്ട് തൻ്റെ ജീമത്തെ ഓർക്കാണ്ട് തൻ്റെ യജമാനക്ക് വേണ്ടിയിട്ട് ആ കുതിര നന്ദി ഉള്ളതായിട്ട് അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ. പണ്ടൊക്കെ യുദ്ധത്തിന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തിൽ യുദ്ധത്തിന് ഉപയോഗാക്കുന്ന 2 വാഹനം എത്തിക്കറ്. ഒന്ന് കുതിര, രണ്ടാമത്തേത് ഒണ്ടങ്ങ എത്തിക്കറ്. ആ കുതിര എത്തിക്കറ് കുതിരയുടെ മേലും ഒണ്ടയുടെ മേലും യുദ്ധാക്കരക്ക് നല്ലൊക്കെ ധൈര്യമുള്ളങ്ങ ഇട്ടിക്കണം. കാരണം അങ്ങ് ആ യുദ്ധത്തെ ഭൂമിയിൽ ഭാര്യ എത്രത്തെ പക്കത്തിലെ എത്തിക്കറങ്ങ ഉള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ കുതിരയുടെ എടുത്ത് ചൊല്ലേ ഏത് ശത്രു സൈന്യത്തെ മുന്നിലെടുത്ത് ചാടരുത്. ಅದಕ್ಕೆ യജമാനത്വത്തിക്ക് നന്ദി ഉണ്ടോ ഇത് ചൊന്ത് അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ. ബുദ്ധി ഇല്ലാത്ത കുതിരയുടെ വിഷയത്തിൽ നന്ദിയുണ്ട് ചൊന്തു. ബുദ്ധി ഉള്ള മനുഷ്യനാറുണ്ട്. ഇന്നൽ ഇൻസാന ഒരു സംശയം വേണ്ട അള്ളാഹു ഉറപ്പിച്ച് ചൊല്ല ഖുർആനില് ഇന്നൽ ഇൻസാന നിശ്ചയമായിട്ടും അൽ ഇൻസാൻ മനുഷ്യൻ ചൊല്ലവനു ലി റബ്ബിഹി ലകനൂദ് നന്ദി കെട്ടവനെ എത്തിക്കറ നന്ദി ഇല്ലാട്ടവനെ എത്തിക്കറ വ ഇന്നഹു അലാ ദാലിക ലശഹീദ് ಅದಕ್ಕೆ ಸಾಕ್ಷಿ ಅವನೇ ಎತ್ತಿಕ್ರ ಬೇರೆ ಆರು ಸರ್ಟಿಫಿಕೇಟ್ ಬೇಡ. ಅವ್ನು ನನ್ನಿಗೇಡು ಕಾಟ್ರೋ ಚೊಂತು ಅವನ ಜೀವಿತಮೇ ಸಾಕ್ಷಿ ಎತ್ತಿಕ್ರಲ್ಲ ಚೊಲ್ಲಿ ಅವನ ಜೀವಿತಮೇ ಮಯ್ಯವು ಇನ್ನಲ್ಲಿ ಇನ್ಸಾನಲ್ಲಿ ರಬ್ಬಿಹಿ ಲಕನೂದ್ ನನ್ನಿಗೆಟ್ಟವನ ಎತ್ತಿಕ್ರ. അതുകൊണ്ട് മാന്യ സഹോദരന്മാരെ അള്ളാഹു നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് ചൊല്ല മഹത്തരമായ ആ ഒരു ഹിദായത്തിന് ബെൽച്ചർ അള്ളാഹു നമുക്ക് തന്നറ. അത് ഞങ്ങളെ ഏതെങ്കിലും ഒരു തറവാട് നോക്കിട്ടോ സമ്പത്ത് നോക്കിട്ടോ അധികാരം നോക്കിട്ടോ അല്ല ഞങ്ങൾക്ക് തന്നെ ബദലായിട്ട് അള്ളാഹു ഉദ്ദേശം ഞങ്ങൾക്ക് തന്ന എന്തെങ്കിലും അള്ളാഹു തീർച്ചയായിട്ടും ഉദ്ദേശം ഞങ്ങൾ എടുക്കും തീർച്ചയെടുക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഖുതുബത്തിൽ ചൊല്ലത് നീ മിമ്പറിന്റെ മേൽ ചൊല്ല നാനും കേൾക്കുക നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ വേർക്കണു ഞങ്ങൾ അള്ളാഹുക്ക് ശുക്രുല്ലങ്ങായിട്ടുള്ളമ്മ ഞങ്ങൾ റബ്ബുക്ക് ശുക്ർ എടുക്കണങ്ങായിട്ടുള്ളമ്മ ഇത്ര വലിയ ഹിദായത്തിന് മാർഗത്തെ റബ്ബ് ഞങ്ങൾ മുന്നിൽ തുറന്നു തന്നറ. ആ കാരണത്താൽ അള്ളാഹു ഞങ്ങൾ ശുക്രുല്ല ആൽമാറായിട്ടുള്ളമ്മ
അല്ല ഞങ്ങളെ മനസ്സ് ഇന്നും കൽമശത്തോടു കൂടി കഴിഞ്ഞു പോയിട്ടുണ്ടോ ചൊന്ത് ഞങ്ങൾ മനസ്സിലാക്കണു. അതുകൊണ്ടല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാതിര ജാവ് എനിക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നിസ്കരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനത്തെ നിസ്കാരം ചൊന്നെങ്കിൽ സുദീർഘമായ നിസ്കാരം ഇട്ടിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാൽ നീർ ബണ്ടോർത്തോലുള്ള നിസ്കാരം ഇട്ടിക്കുന്ന അള്ളാന്റെ റസൂൽ നിസ്കാര. ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടില്ലേ, എന്തിന് നബി ഇങ്ങനെ പ്രയാസം പറഞ്ഞു, എന്തൊക്കെ കഷ്ടപ്പെടുന്നു, കഴിഞ്ഞു പോയതും പറഞ്ഞുകൊല്ലതെല്ലാം അള്ളാഹു പുറത്തു തന്നിട്ടല്ലേ ഖുർആൻ ചൊന്നേ. അതുകൊണ്ട് എന്തൊക്കെ ഇങ്ങനെ പ്രയാസം പറഞ്ഞു ചൊല്ലുമ്പോൾ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നവർ പലക ആയിഷ അഫല അകൂന അബ്ദൻ ശകൂറ, ഞാൻ എൻ്റെ റബ്ബുക്ക് നന്ദിയുള്ള അടിമയാവണ്ടേ. ഏത് റസൂല ചൊല്ലേ ഇണ്ടത്തെ പോലെ ഞങ്ങൾക്ക് നിസ്കരിക്കോ നല്ലൊരു മേട്ട നല്ലൊരു നിലമ എൻ്റെ റസൂലിലേക്ക് ഇന്നിട്ട് മറുഭൂമിയിൽ ഐത്തിக்கிறங்களே എല്ലാ ജീവിതം ഐത്തിക്കത് ഇണ്ടത്തെ പോലെ ഞങ്ങൾത്തെ ഒരു ഓർഡർ പോലത്തെ അവ പോലും നമുക്കില്ല. ഈത്ത പോലത്തെ മരത്തുള്ള നേനിട്ടുള്ള അവ ഐത്തിണ്ട് ഇടൊക്കെ ഡ്രസ്സ് പോലും ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല. ചിലപ്പോൾ ഔത്തുലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ കേൾക്കുന്ന എന്തായെങ്കിലും തിന്നകൊണ്ടാ ചൊല്ലുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അടുപ്പ് കാട്ട് തീ കത്തുപാട്ടകും തിന്നകും ഒന്നുമില്ല. അങ്ങനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീന്തില്ല. വഫാത്താവുടെ മുന്നോട്ടൻ്റെ ജാവു സ്വന്ത ബയർനരിക്കൊക്കെ ഗോതമ്പില്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഡൗത്തുലു അതും സ്വന്ത യുദ്ധത്തെ പടയെങ്കി ഒരു യഹൂദരെ കയ്യിൽ പണയം വെച്ചിട്ടേറ്റിക്കര് വഫാത്താവുടെ മുന്നോട്ടൻ്റെ ബയർനച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔത്ത് ബെൽച്ചാക്കൊല്ലേ എന്നെ പോലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ട്ടില്ല. പാതിര ജാവു എഞ്ചിട്ട് നിസ്കരിച്ചിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ല പലക അഫല അകൂന അബ്ദൻ ശകൂറ, എൻ്റെ റബ്ബുക്ക് നന്ദിയുള്ളോട് അടിമയാവേണ്ടതാണ്. ഞങ്ങൾക്ക് ചൊല്ലുക സാധിക്കണം, അങ്ങനെ ഓരോ ഇബാദത്തിലും ചൊല്ലുക സാധിക്കണു. എൻ്റെ റബ്ബുക്ക് നന്ദിയുള്ള അടിമയാവണം ചൊല്ലുന്നു. അതുകൊണ്ടല്ലേ ഖുർആൻ ചൊല്ലി വഖലീലു മിൻ ഇബാദിയ ശകൂർ, നൻ്റെ അടിമമാരുടെ കൂട്ടത്തിൽ അല്ല ചൊല്ലേ ഞാൻ പഠിച്ച അടിമമാരുടെ കൂട്ടത്തിൽ നക്ക് ശുക്രാക്കുறாங்க. കലീലുണ്ട് അല്ല ചൊല്ല, കലീൽ ചൊല്ലിട്ടെങ്കിൽ കൊറോടി ആൾമാരുണ്ട്, എല്ലാ ആൾമാരും നക്ക് ശുക്രാക്കില്ല അള്ളാഹു സുബ്ഹാൻ ചൊല്ലി. അതുകൊണ്ട് അള്ളാഹുട്ടിക്ക് പ്രാർത്ഥിക്കുന്നു മരിക്കുന്നോർത്തോലും അള്ളാഹു തന്നെ നിഅമത്തുക്ക് അനുഗ്രഹത്തുക്ക് റബ്ബുക്ക് ശുക്രാക്കി മരണപ്പെട്ടു പോകണ്ടേ യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ ನಿಯಮತೆ ನಿರ್ದೇಶನತೆ ಅನುಸರಿಸಿ ಜೀವಿಕನ ಚೊಂತು ಸ್ವಂತ ನಫ್ಸರ ಮರ್ಕಂಟ ಓರೋತ್ತಟಿಗೆ ಉಪದೇಶ ಹಾಕೊಂಡಿಲ್ಲ, ವಸಿಯತ್ ಹಾಕೊಂಡಿಲ್ಲ. ಸಹೋದರಮಾರು ನಂಗೆ ಮನಸ್ಸಿಲಾಕಿ ಬಂದ ವಿಷಯ ಅಲ್ಲಾಹುಗೂ ನನ್ನಿ ಉಲ್ಲೆ ಶುಕ್ರುಲ್ಲೆ ಅಡಿಮೆ ಮಾರಾಯ್ತಿರೋನು ಪಂಡಿತಮಾರು അള്ളാഹു ശുക്ർ എടുക്കരെ പല വിധത്തെ ഞങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട്. അതിൽ 2 വിധത്തെ ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഒന്നാമത്തേത് ശുക്രുൽ കൽബ്, ഹൃദയ കൊണ്ട് കൽബ് കൊണ്ട് അള്ളാഹു ശുക്രാക്കരെ. എങ്ങനെ ഇട്ടിക്കറ അള്ളാഹു കൽബ് കൊണ്ട് ശുക്രാക്കരെ. ഞങ്ങൾ ഇപ്പോൾ ഈ ദുനിയാവിലു എന്തൊക്കെ ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളമ്മ, എന്തൊക്കെ നിഅമത്ത് ഞങ്ങൾ ആസ്വാദനാക്കിയിട്ടുള്ളമ്മ, ഇതൊക്കെ നൻ്റെ റബ്ബു നക്ക് തന്നതായി ചൊല്ലില്ലേ ഒരു ഉത്തമമായ ബോധ ഞങ്ങളെ കൽബിൽ വേണം. വമാ ബികും ബിൻ നിഅമതിൻ ഫമിനല്ലാഹ്, ഞാൻ നിങ്ങൾ എന്തെല്ലാം ആസ്വാദനാക്കിയിട്ടുള്ളവരാ ഫമിൻ അല്ലാഹ്, അതൊക്കെ നിങ്ങൾ റബ്ബ് തന്നെതാ, അല്ലാണ്ട് നിങ്ങൾ അധ്വാനിച്ചെത്തതല്ല, നിങ്ങളെ താക്കത്ത് കൊണ്ട് ഉണ്ടാക്കിയെത്തതല്ല, നിങ്ങൾ റബ്ബത് നിങ്ങൾക്ക് തന്നെ. വമാ ബികും മിൻ നിഅമതിൻ ഫമിനല്ലാഹ്, എന്ത് അനുഗ്രഹ, നല്ലൊരു അവണ്ടു, നല്ലൊരു കാറുണ്ടു, സമ്പത്തുണ്ട്, സ്വത്തുണ്ട്, അങ്ങനെ എന്തൊക്കെ അത് വലിയതാവട്ടെ ചെറിയതാവട്ടെ എന്തൊക്കെ എടുക്കുന്ന ശ്വസനവായു പോലും ഇതൊക്കെ നിങ്ങൾ റബ്ബ് നിങ്ങൾക്ക് തന്നതാ. ആ ഒരു ഉത്തമമായ ബോധം വേണം. അങ്ങനെ ഉത്തമമായ ബോധം കൽബിൽ വെച്ചിട്ട് ഇഖ്ലാസോട് കൂടി അള്ളാഹു ഇബാദത്തിന് സമർപ്പിക്കരുത്. ഇതുകൊണ്ടായിട്ട് ഇതായിട്ടിക്കരുത് അള്ളാഹു കൽബ് കൊണ്ട് ശുക്രാക്കരുത്. ഒരു നിസ്കരിക്കുമ്പോൾ കൈ കെട്ടിയ സന്ദർഭത്തിൽ 10 ആൾ കാണിട്ട് ചൊന്തുനാണ് എൻ്റെ കൽബുൽ നീയത്തിണ്ടെങ്കിൽ അത് നൻ്റെ റബ്ബുക്ക് ശുക്രല്ല, നൻ്റെ അള്ളാഹുക്കുള്ള ശുക്രല്ല, ബദലായിട്ട് അത് ആൾമാർ കാണിക്കുള്ള ശുക്രു. നൻ്റെ റബ്ബുക്ക് ഞാൻ ശുക്ര എടുക്കൊണ്ടെങ്കിൽ ആ കൽബുൽ ഇഖ്ലാസ് വേണം. നൻ്റെ റബ്ബുടെ വജ ആഗ്രഹിച്ച് മാത്രം ഇത് ഞാൻ എടുക്കരുത്. അതായിട്ടിക്കറ് അള്ളാഹുക്കുള്ള ശുക്രു മാത്രമേ എത്തിക്കരുത്. അതല്ലാത്ത ഒരാൾക്ക് 10 രൂപ കൊടുത്ത് സഹായിക്കുമ്പമ്മ, പാവത്തെങ്കും സഹായിക്കുമ്പമ്മ, അല്ലെങ്കിൽ അള്ളാൻ്റെ ദീൻ്റെ മാർഗ്ഗം സഹായിക്കുമ്പോൾ 10 ആൾ കാണിട്ട് ചൊന്തുല്ലേ ആ ഒരു ബിജാറ,
ആ ഒരു അവസ്ഥ ഞങ്ങളെ കൽബുക്ക് വന്നിട്ടെങ്കിൽ അള്ളാഹു അതിക്ക് പ്രതിഫലം തന്നില്ല. ബദലായിട്ട് പരലോകത്ത് ഇല്ലന്നാർ നരകല്ലാണ്ട് വേറെ ഒന്നും ഇല്ല ചൊന്തേറ്റിക്ക് ഖുർആൻ ചൊല്ലി. അതുകൊണ്ട് കൽബ് കൊണ്ട് അള്ളാഹു ശുക്ർ എടുക്കുന്ന ചൊന്നിട്ടെങ്കിൽ ഇഖ്ലാസോട് കൂടി തങ്ങളെ റബ്ബുകു അമൽ സ്വാലിയാത്ര ഇബാദത്തുകളെ സമർപ്പിക്കുന്ന ചൊന്തേറ്റിക്ക്. രണ്ടാമത്തേത് ശുക്റുൽ ലിസാൻ, നാവ് കൊണ്ട് അള്ളാഹു ശുക്റാക്കരെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാ ശുക്റുനെ പലക്കത്തെ പ്രാർത്ഥനകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാൻ തന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഈ നാവ് കൊണ്ട് ലിസാൻ കൊണ്ട് മനസ്സറിഞ്ഞിട്ട് നാവ് കൊണ്ട് അള്ളാഹു ശുക്റാക്കരെ. ഖുർആൻ ചൊന്നത്തിലെ അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നീ എടുത്തു ചൊല്ലു, നിന്റെ നാവിലൂടെ നീ എടുത്തു ചൊല്ലു നിന്റെ റബ്ബു തന്നെ അനുഗ്രഹത്തെ വിഷയത്തിൽ നീ പലക്ക പറയിട്ട് ഖുർആൻ ചൊല്ലേ. നിന്റെ റബ്ബു നീ എന്തെല്ല തന്ത്രണ അದ್ರ വിഷയത്തിൽ നിന്റെ നാവ് കൊണ്ട് നീ പലക്ക പരി. അതുകൊണ്ടാ പണ്ഡിതന്മാർ പഠിപ്പാട്ടുണ്ടോ ഹദ്ദിസ് നഫ്സക അവ്വലഹു, നിന്റെ നഫ്സിട്ട് നീ പലക്ക പരി. ഒന്നാമത്തെ നിന്റെ നഫ്സിട്ട് നീ പലക്ക പരി അല്ലേ. ഖുർആൻ ചൊല്ല് അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നീ നിന്റെ റബ്ബുടെ നിഅമത്തിന്റെ വിഷയത്തിൽ പലക്ക പരി. ആ പലക്ക പര ഒന്നാമത്തെ എവിടെ ഇട്ടിക്കൊന്നു നിന്റെ നഫ്സിട്ട് നീ പലക്ക വരണു. ഒർത്തനെ തെച്ചിട്ട് അതെ നേരത്തെ ചൊന്നില്ലേ പാതിര ചാവു എല്ലാവരും അറിഞ്ഞിട്ടിക്കുന്ന സന്ദർഭത്തിൽ ഒർത്തനെ തെച്ചിട്ട് നിന്റെ ശരീരത്തെ ഒന്ന് നോക്കൂ. നിന്റെ ശരീരത്തെ മേലെ നല്ല ഒരു തോൽ കാണ്ട് എന്തെങ്കിലും ഈ ശരീരത്തെ ഉൾക എത്രമാ പണി നടന്നുകൊണ്ടുണ്ടോ, എത്രമാ സ്വരം നടന്നുകൊണ്ടുണ്ടോ, നിന്റെ ലിവർ പണിയെടുത്തുകൊണ്ടുണ്ടോ, നിന്റെ കിഡ്നി പണിയെടുത്തുകൊണ്ടുണ്ടോ, നിന്റെ ഹാർട്ട് പണിയെടുത്തുകൊണ്ടുണ്ടോ, അങ്ങനെ നിന്റെ ശരീരത്തിലെ നരനാടിങ്ങ പണിയെടുത്തുകൊണ്ടുണ്ടോ, നിന്റെ ശരീരത്തിൽ രക്തസഞ്ചലനായിട്ടുണ്ടോ, ആരോഗ്യം ഇത് നിയന്ത്രിച്ചുകൊണ്ടില്ലാവണോ, ആരോഗ്യം ഇതിന് നിയന്ത്രണം ആക്കിയിട്ടുള്ളവണോ. നന്റെ റബ്ബൈത്തിക്കറ, നന്റെ അള്ളാഹു ഐത്തിക്കറ, അത് വലിയ നിയമത്തൈത്തിക്കറ്. ഇന്റെ ആൾമാർക്ക് ഒരു പരാതി ഐത്തിക്കറ്. നക്കെന്നും കിട്ടിയിട്ടില്ല, അവനിಗೆಲ್ಲ കിട്ടിട്ടുണ്ടല്ലേ പരാതി. നോക്കൂ ഹദ്ദിസ് നഫ്സക അവ്വലഹു, നിന്റെ നഫ്സിനെ നോക്കൂ, നിന്റെ ശരീരത്തെ ഒന്ന് നോക്കൂ, നിന്റെ ശരീരത്തെ അവയവത്തെ ഒന്ന് നോക്കൂ. ഇതൊക്കെ സൃഷ്ടിയാക്കിയിട്ട് ഇതൊക്കെ പരിപാലന ആക്കിണ്ടല്ലേ ആ റബ്ബൈത്തിക്കറ. അപ്പൊ നിന്റെ നാവിലൂടെ ബണ്ട് അൽഹംദുലില്ലാഹ് അല്ലാഹു ഐത്തിക്കറ സർവസ്തുതി ചൊന്നോറോ. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മോനായിട്ടിക്കറ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാൾ ഒരുമിച്ച് ചൊന്നവർ പലക്കൊണ്ടു. അള്ളാഹു അങ്ക് ചമ്മ നിഅമത്ത് കൊടുത്ത. ദാവൂദ് നബിനെ രാജാക്കി അള്ളാഹു കിങ് ആക്കിയ, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കിങ് ആക്കിയ. അങ്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ചമ്മ മുഅ്ജിസാത്തുകളെ കൊടുത്ത. എന്നിട്ട് അതുകൊണ്ട് അങ്ങ് അഹങ്കരിച്ചില്ല, ധിക്കാരത്തെ ജീവിത കാട്ടില്ല. ബദലായിട്ട് ആ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചൊന്നവർ പലക്കൊണ്ട് വിശുദ്ധ ഖുർആനിലെ വഖാല അൽഹംദുലില്ലാഹില്ലദി ഫദ്ദലനാ അലാ കതീരി മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ, എല്ലാ മുഅ്മിനീങ്ങളിൽ നിന്ന് നമുക്ക് ശ്രേഷ്ഠത തന്നെ അല്ലാഹുവേ നിക്കൈറ്റിക്ക് സർവസ്തുതി. അങ്ങ് കിബ്റ് കാട്ടില്ല, അഹങ്കരിച്ചില്ല, ധിക്കരിച്ചില്ല അല്ലാഹുടെ. ബദലായിട്ട് അൽഹംദുലില്ലാഹില്ലദി അല്ലാഹു കൈറ്റിക്ക് സർവസ്തുതി ഫദ്ദലനാ അലാ കതീർ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ, എല്ലാ മുഅ്മിനീങ്ങളിൽ നിന്ന് നമുക്ക് ശ്രേഷ്ഠത തന്നെ അല്ലാഹു നിക്കൈറ്റ് സർവസ്തുതി. എന്നെ ഇട്ടിക്കണം മുഅ്മിനീങ്ങ കൃത്യമായിട്ട് 5 വക്ത് നിസ്കരിക്കണം. ജാവു ആ പാതിരി ജാവുടെ ഉപയോഗപ്പെടുത്തുന്നു. എത്രയുള്ള നിഅമത്തെറ്റികൾ അള്ളാഹു തന്നിട്ടുള്ളൂ. ഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ, അള്ളാഹു തന്റെ അനുഗ്രഹത്തെ എണ്ണി കണക്കാക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് സഹോദരന്മാരെ അവസാനമായി ചൊല്ലുള്ളത് ഏത് ഭാഗത്തിലാണ് ഞങ്ങളുള്ളത്, ഞങ്ങളുടെ മനസ്സ് ഏത് ഭാഗത്തുള്ളത്, ഞങ്ങളുടെ ശരീരം ഏത് ഭാഗത്തുള്ളത് ഓരോരുത്തരും ചിന്തിക്കണം. കാരണം സൂക്ഷിക്കോറു നിങ്ങൾ എങ്ങനെ ജീവിച്ചെങ്കിൽ ഒത്തക്കു സൂക്ഷിക്കോറു യൗമൈദിൻ ഒരു നാളുടെ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങളെ റബ്ബുടെ മുട്ട കടന്നു പോകേണ്ട ഒരു നാളുണ്ടോ, ആ നാളിൽ നിങ്ങൾ സൂക്ഷിക്കോറു. എങ്ങനെ ജീവിച്ചെങ്കും ധിക്കാരത്ത് ജീവിച്ചെങ്കും ശുക്റാക്കിയിട്ട് ജീവിച്ചെങ്കും ആ അള്ളാഹുടെ മുന്നിൽ എത്തുകൊണ്ടു തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ ഈ ദുനിയാവുടെ ജീവിത വിഷയം അള്ളാഹു കണക്കെടുക്കറ. വല യദ്ലിമു റബ്ബുക അഹദാ, നിന്റെ റബ്ബ് ഒരാൾട്ടെയോ പോലും അതിക്രമാക്കില്ല. അതുകൊണ്ട് ഇഖ്ലാസോട് കൂടി അള്ളാഹുടെ ഈ ദീനിക്ക് ഞങ്ങൾ എല്ലാവരും പണിയെടുക്കണു. അതേപോലെ ശുക്റാക്കണു. മരിക്കുന്ന നേരത്തേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ചൊന്ന് മരിക്കൂ. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞിട്ടും അറിയാൻട്ടെ കടന്നു വന്ന എല്ലാ ചെറിയ വലിയ ദോഷത്തെ ഗഫാറായ ഗഫൂറുൽ വദൂദായ അവൻ്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പുറത്തു തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. മരിക്കുമ്പോൾ ഈമാനോട് കൂടി മരിക്കുക. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. സീക്ക് കൊണ്ട് ഹോസ്പിറ്റലിലും മൗത്തിലുമായിട്ട്
മാരകമായി സീക്കൊണ്ട് പ്രയാസപ്പെട്ട് എത്രമാ ആൽമാറുള്ളവർ നൊമ്പൽ അനുഭവിച്ചിട്ടുള്ള എത്രമാ സത്യവിശ്വാസിമാരും അതേപോലെ സഹോദരിമാരുള്ളവർ ഷാഫിയെ റബ്ബു അവൻ്റെ കുതിർത്ത് കൊണ്ട് എല്ലാവർക്കും പരിപൂർണമായ ആരോഗ്യത്തെ ആഫിയത്തിൽ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അറിഞ്ഞിട്ടും അറിയാണ്ടെ ഈ നേരത്തോളം കടന്നു വന്ന് എല്ലാ ചെറുവിലെ ദോഷത്തെ ഗഫാറായ ഗഫൂറുൽ വദൂദായ അള്ളാഹു സുബ്ഹാനഹു അവൻ്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പുറത്തു തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഞങ്ങളെ മക്കളെ സ്വാലിഹായ മക്കളെ തന്ന് അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ എത്രമാ സഹോദരന്മാർ അന്യായമായിട്ട് ബന്ധനത്തുള്ളവർ അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് പരിപൂർണമായി ന്യായത്തെ കൊടുത്തിട്ട് ആ ബന്ധനത്തിൻ്റെ മുക്താവുക അള്ളാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു മുസ്ലിം ഉമ്മത്ത് ഇസ്സത്തിൽ തന്ന് അനുഗ്രഹിക്കട്ടെ. നാളെ ഒരു കൂട്ട സ്വർഗത്ത് ഒരു കൂട്ട നരകത്ത് പോകുമ്പോൾ ആ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ട ആൾമാർ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഭയാനകമായി നൊമ്പല മാത്രം അനുഭവിക്കരുത് ജഹന്നമിൽ നിന്ന് അള്ളാഹു ഞങ്ങൾ എല്ലാവരും കാത്തു സലാമത്താക്കട്ടെ. കട കൊണ്ട് ബുദ്ധിമുട്ട് പണ്ടെങ്കിൽ ഞങ്ങളിൽ പല ആൾമാരും അള്ളാഹു എടുത്ത കടത്തെ ഹലാലായ രൂപത്ത് കൊടുത്തു വീടും മറക്കുന്ന നേരത്തേക്ക് കടയില്ലാണ്ട് മരണപ്പെട്ടു പോണും അള്ളാഹു നിനക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ. അള്ളാഹുവേ അള്ളാഹു നിൻ്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരും നീ പുറത്തു തന്ന് അനുഗ്രഹിക്കണേ. അള്ളാഹുവേ അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാലി അൽ ഹാജാത്ത് اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. സഹോദരന്മാർ ഇതേ 19 താരീഖിക്ക് ലർന്ത ഖുർആൻ 14ാമത്തെ ഹന്തത്തെ ആ എക്സാമിൽ ഞങ്ങൾക്ക് ബഹുമാന വിതരണ ಕಾರ್ಯಕ್ರಮമുണ്ട്. ಅಸರ್ರೆ ಬಿಚ್ಚಿಟ್ಟು ಮಗ್ರಿಬ್ ತೋಲು ಮಹಿಳಾ ಸಮಾವೇಶಂ അതേപോലെ മഗ്രിബ് ಬಿಚ್ಚಿಟ್ಟು 10 ಗಂಟೆ ಧಾರ್ಮಿಕ ಸಮಾವೇಶ ಉಂಟು. ഇതിൽ അൻസാർ നന്മണ്ട പ്രഭാഷണം ആക്കിക്കൊണ്ട് പക്ക ഉള്ളാല സൽസബിൽ പള്ളിയുടെ ഗ്രൗണ്ട് ലൈറ്റിക്കര് അതുകൊണ്ട് ആ ഒരു കാര്യക്രമത്തെ ഒരു കളക്ഷൻ ഇന്ന് നടക്കരുത്. അള്ളാഹുടെ ഈ ദീൻ്റെ മാർഗത്തിൽ വേണ്ടിയിട്ട് എല്ലാവരും നല്ല രൂപത്തിൽ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും അള്ളാഹ് നിങ്ങൾക്ക് സഹായിച്ചെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് സഹായിക്കറിച്ചു വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് അള്ളാഹു പഠിപ്പത്തണ്ട. അതുകൊണ്ട് ഈ ഒരു കളക്ഷൻ എല്ലാവരും നല്ല രൂപ സഹായിക്കും സഹകരിക്കണു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.